മീനാക്ഷി. അതെ, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു. ഇച്ചായ, മീനാക്ഷി. എന്റെ പേര് ആലീസ്. പവിത്രം പറഞ്ഞിരുന്നു. ഇവിടുത്തെ ഡോക്ടറുടെ പേര് ജോർജ് കുട്ടി എന്നല്ലേ? അതെ അതെ. ഇച്ചായ, മീനാക്ഷി. നമസ്കാരം. നമസ്കാരം ഡോക്ടറെ. മീനാക്ഷി വേറെ എവിടെയാണ് ജോലി ചെയ്യുന്നത്? അയ്യോ, അങ്ങനെ ഫിക്സഡ് ആയിട്ടൊന്നും ഒരിടത്തും ജോലി ഇല്ല സാറേ. ഒരു വീട്ടിലൊരു 3-4 മണിക്കൂർ, ഉച്ചയ്ക്ക് ശേഷം ഒരു 2-3 മണിക്കൂർ വേറെ വീട്ടില്. എല്ലാ വീട്ടിലും എല്ലാ ദിവസവും ഒന്നും ജോലി ഇല്ല. അതുകൊണ്ട് എനിക്കൊരു 5-6 വീട്ടിൽ ഇപ്പൊ ജോലി ഉണ്ട്. ഇവിടുത്തെ കാര്യമൊക്കെ പവിത്രം പറഞ്ഞില്ലേ? പിന്നെ പവിത്രം എല്ലാം പറഞ്ഞിരുന്നു. ഇവിടെ അങ്ങനെ ഒരുപാട് ജോലിയൊന്നും ഇല്ല കേട്ടോ മീനാക്ഷി. മീനാക്ഷിക്ക് രാവിലെ വന്നിട്ട് ഉച്ചയാകുമ്പോഴത്തേക്ക് തിരിച്ചു പോകാം. ശമ്പളത്തിന്റെ കാര്യമൊക്കെ പവിത്രം പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞിരുന്നു. പിന്നെ പ്രത്യേക ഒരു കാര്യം അറിയേണ്ടത്, മീനാക്ഷിക്ക് ശമ്പളം തരുന്നത് ഡോക്ടറല്ല, ഞാനാണ്. പോയിന്റ് നമ്പർ 1, ഒരു പെണ്ണിന്റെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണ് സുന്ദരിയാണെന്ന് പറഞ്ഞാൽ ഏതൊരു പെണ്ണും കലിക്കൂ? കലിക്കും. അതും സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് അങ്ങനെ പറഞ്ഞാൽ ഭാര്യയുടെ കൺട്രോൾ പോവും. തീർച്ചയായിട്ടും പോവും. ഈ പറയുന്ന ഭാര്യ ആലീസ് ആണെങ്കിലോ പിന്നെ ഒന്നും നോക്കണ്ട, വഴക്കുറപ്പാ. വഴക്ക് മാത്രമല്ല, അവൾ എന്തെങ്കിലും എടുത്ത് എന്റെ തലക്കടിക്കും. അയ്യോ, ആ റിസ്ക് ഡോക്ടർ നോക്കിക്കോണം. എന്താ ചെയ്യാലേക്കുന്നു? ഞാന് മീനാക്ഷിയെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ. എന്ത്? അല്ല, മീനാക്ഷി യങ്ങാണ്, സ്മാർട്ടാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ നേരിട്ട് കണ്ടപ്പോ അക്ഷരാർത്ഥത്തിൽ ഞാൻ ഞെട്ടി കേട്ടോ. പറഞ്ഞു കേട്ടതിനേക്കാൾ പ്രായം കുറവാണ്, സ്മാർട്ടുമാണ്. ഇത്രയും സൗന്ദര്യമുള്ളൊരു സ്ത്രീ, സ്മാർട്ടായിട്ടുള്ള ഒരാള് വീട്ടുജോലിക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് റിസ്ക് ആണ്. ഇപ്പോഴത്തെ ആണുങ്ങളെയൊക്കെ സൂക്ഷിക്കണം. അയ്യോ, എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം സാറേ. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ആലീസ്, അയ്യോ അങ്ങനെ വിളിക്കാമല്ലോ അല്ലേ? കുഴപ്പമില്ല. ആലീസിനെ പറ്റി കേട്ടപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സുന്ദരിയല്ലയോ? എന്തൊരു ചെറുപ്പമാ. ഡോക്ടറിന് ഒരു ഭാഗ്യം. അത് ഇതുവരെ ഇച്ചാരും മനസ്സിലായിട്ടില്ല മീനാക്ഷി. ആലീസിനെ വെച്ച് നോക്കിയ ഇതൊക്കെ എന്തോന്ന് സൗന്ദര്യം സാറേ. ചുന്ദരി കുട്ടിയല്ലയോ, ചുന്ദരി കുട്ടി. അതൊക്കെ ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ മീനാക്ഷി? ഈ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നല്ലേ പ്രമാണം. വാ, ഞാൻ അടുക്കളയൊക്കെ കാണിച്ചു തരാം. എന്നിട്ട് ഐശ്വര്യമായിട്ടൊരു ചായ ഉണ്ടാക്കി ഡോക്ടർക്ക് കൊടുക്ക്. വാ, അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. വാ. ഡോക്ടറെ, ഡോക്ടർ ഭയങ്കര സുന്ദരനാണ് കേട്ടോ. ആലീസ് നിന്നോട് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, നമുക്ക് കാണണം. എവിടെ ഉണ്ട്? എനിക്ക് ഇപ്പൊ തന്നെ കാണണം. ഇപ്പൊ കാണണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ കണ്ടിരിക്കണം. കണ്ടിടത്തോളം ഈ മീനാക്ഷിക്ക് നല്ല വൃത്തിയുണ്ട്, കഴിവുണ്ട്. ഒരു ചായ ഇടാൻ പറഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു സ്പീഡിലാന്നറിയോ ചായ ഇട്ടത്. ചായ എവിടെ? ചായ ഇപ്പൊ വരും. ഞാൻ പറഞ്ഞ ആദ്യമായിട്ട് ഇട്ട ചായയല്ലേ, ആ കൈ കൊണ്ട് തന്നെ വന്ന് കൊടുക്കാൻ പറഞ്ഞു. പോയിന്റ് നമ്പർ 2, സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് മറ്റൊരു പെണ്ണിന്റെ കഴിവുകളെ പൊക്കി പറയുമ്പോൾ ഏതൊരു ഭാര്യയ്ക്കും കലിക്കുമോ? അതിന് മദർ തെരേസ ആണെങ്കിൽ പോലും കലിപ്പുണ്ടാകും. അതുപോലെ മീനാക്ഷി ഉണ്ടാക്കുന്ന ഫുഡ് നല്ലതാണ്. അവളുടെ വീട്ടുജോലിയും കാര്യങ്ങളൊക്കെ നല്ല ഗംഭീരമായി ചെയ്യുന്നു. അവൾ എന്താണെങ്കിലും ആലീസിന്റെ ഒരുപടി മേളിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് പറഞ്ഞു വെച്ചാൽ കലിപ്പാവും. അത് പിന്നെ അങ്ങനെ 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 അങ്ങ് പറഞ്ഞു 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 പറഞ്ഞ് ഉണ്ടങ്ങ് പോണം. എന്ത് വെച്ചാൽ ആലോചിക്കുന്നു? ഒന്നുമില്ല. ചായ ആ കൈ കൊണ്ട് നേരെ അങ്ങോട്ട് കൊടുക്കും. വാങ്ങിക്ക് ചായ. കുടിക്ക്. കുടിക്കാം.
എങ്ങനെയുണ്ട്? ഹോ, അയ്യോ, എന്നാ ചായ ഇത്? ഇതെങ്ങനെയായിട്ടേ? ഇതൊക്കെ എവിടെന്നാ പഠിക്കുന്നത്? ഒരു രക്ഷയില്ലാട്ടോ. ഞാൻ പണ്ടേ നല്ല ചായ ഉണ്ടാക്കുമായിരുന്നു. ആണോ? ഓ, എന്നാ രുചി, ഒരു രക്ഷയില്ലാട്ടോ. ശ്ശോ, എന്റെ കർത്താവേ, ഈ ചായ ഇഷ്ടപ്പെട്ടല്ലോ. എനിക്ക് അത് മതി. ഇനി എന്നും മീനാക്ഷി തന്നെ ചായ ഉണ്ടാക്കിയാ മതി. അത് തന്നെ. പോരെ? മതി മതി മതി. നീ ഇതൊക്കെ ചോദിച്ച് പഠിക്കണം കേട്ടോ. ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. എന്നാ പിന്നെ അടുക്കളയിലോട്ട് ചെല്ലി, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ റെഡിയാക്കിക്കോ. ശരി. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അല്ലാതെ എന്ത് ആലോചിക്കുന്നു? ഒന്നുമില്ല. കുടിക്കേ. കുടിക്കാം. ഇങ്ങനെ ഒരു ചായ എങ്ങനാ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇങ്ങനെയും ചായ ഉണ്ടാക്കാൻ പറ്റൂ? അതെ, ഞാൻ എന്നാ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ, എല്ലാം ഒന്ന് കാണിച്ചു. ഞാൻ ചായ കുടിക്കും. കുടിക്കാം. ഇതവിടെ കൊണ്ട് കളയും. ഡോക്ടറെ, ഡോക്ടറെ. അയ്യോ, വന്നാ. എന്നാൽ പവിത്ര എന്നോട് ഈ പരിപാടി കാണിക്കുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. മീനാക്ഷി വന്നില്ലേ? മീനാക്ഷി വന്നു. ഒന്ന് കുടിച്ചു നോക്കിയേ. ഓ, എനിക്ക് വേണ്ടായിരുന്നു. കുടിക്കേ. ഓയോ, കുടിക്കേ. ഇതെന്നാ ഇത്? ചായ എന്നാ പറഞ്ഞത്. ഇതോ മീനാക്ഷി ഇട്ട് തന്നത്. ഇങ്ങനെയാണോ ചായ ഉണ്ടാക്കുന്നത്? എനിക്കറിയത്തില്ല. ഇതാണ് ചായ എന്ന് പറഞ്ഞ് എനിക്ക് തന്നു. എന്നാലും പവിത്ര ഇങ്ങനെ ഒരു പണി എനിക്ക് ചെയ്യാൻ പാടില്ലായിരുന്നു. പവിത്ര, ഡോക്ടർ, നിങ്ങൾക്ക് വാ തുറന്ന് പറയാൻ മേലായിരുന്നു മീനാക്ഷി ഇങ്ങനെയല്ല ചായ ഉണ്ടാക്കുന്നത് പറയാൻ മേലായിരുന്നു. എങ്ങനെ പറയാൻ പറ്റും? പവിത്രം പറഞ്ഞിട്ട് ഞാൻ അവരെ അറിയാതെ ഞാൻ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു കൊടുത്തില്ലേ. ഇനിയിപ്പോ ഈ ചായ മോശമാണെന്ന് ഞാൻ എങ്ങനെ പറയും? ഇനി ഇവർ ഉള്ളിടത്തോളം കാലം ഞാൻ ഈ വൃത്തികെട്ട ചായ കുടിച്ചല്ലേ ജീവിക്കേണ്ടി വരിക. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഇലക്ട്രിസിറ്റി ബോർഡിലെ അജയൻ സാറല്ലേ? അജയ് സാർ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? എനിക്ക് പ്രതീക്ഷയില്ല. എന്നാലും പവിത്ര ഒരു കാര്യം ഏറ്റിട്ട് ഇങ്ങനെ ആവുന്നു ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. സാർ, നിങ്ങളൊന്ന് പിടക്കാതെ നിൽക്കി. ഇതിന് പിടക്കാതിരിക്കണ ഇവരെവിടെ ജീവിതകാലം മുഴുവൻ കൊണ്ടുവന്ന് പൊറപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊന്നുമല്ലല്ലോ. അതല്ല, ഇത് നമ്മൾ ആലീസിനെ ഒന്ന് സ്നേഹിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ കൊണ്ട് നിർത്തിയേക്കുന്നല്ലേ. കുറച്ച് നാൾ കഴിയാൻ നിർത്തി ഈ ആലീസ് തന്നെ ഇവർ ഇവിടുന്ന് ഇറക്കി വിടുന്നു. അത് നടക്കത്തില്ലെന്ന് പവിത്രം പറഞ്ഞ ഒരു നമ്പർ ഞാൻ അങ്ങോട്ടെടുത്ത് ഇറക്കി നോക്കി. ചെലവായി കാണും. ചെലവായി, കുറെ ചെലവായി. ഞാൻ അവരോട് പറഞ്ഞു അവർ ഏറ്റവും വലിയ സുന്ദരിയാണ്, സ്മാർട്ടാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങോട്ടൊരെണ്ണ ഇറക്കിയപ്പോ അവര് മറിച്ച് ഇങ്ങോട്ടൊരെണ്ണം പറഞ്ഞു. ആലിസ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സുന്ദരി എന്നും അവരെ കെട്ടിയ ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണെന്നും. എങ്ങനെ ഇരിക്കുന്നത് നോക്കിയേ. ഇത് കേട്ടപ്പോ ആലീസിന് സന്തോഷമായി. ഞാൻ പറഞ്ഞത് ആരും മൈൻഡ് ചെയ്തില്ല. ഞാനൊരു മാതിരി ഇവരുടെ നടുക്ക് ഇങ്ങനെ ബ്ലിങ്കസ് ചെയ്യാന്ന് പറഞ്ഞു. എന്റെ പൊന്നെ, നിങ്ങൾ ഇങ്ങനെ പിടയ്ക്കാതെ. നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും പിന്മാറരുത്. സാർ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്യാൻ അവരെന്നെ ട്രൈ ചെയ്തോണ്ടിരിക്കുക. ഞാനെങ്ങാനും ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് വെച്ചാൽ 100 സ്റ്റെപ്പ് അവർ ഇങ്ങോട്ട് വെക്കും. ട്രൈ ചെയ്ത് അവസാനം എനിക്ക് അവരെ കെട്ടേണ്ടി വരും. ആലീസിനെ ഡൈവേഴ്സ് ചെയ്യേണ്ടി വരും. ഇതിപ്പോ എന്നാ ചെയ്യുന്നു പറയടാ. പിന്നെ ഒരു കാര്യം പറയാം. ഈ സാധനം ഉണ്ടല്ലോ, ചെറിയ സാധനമൊന്നുമല്ല. എന്റെ പൊന്ന് പവിത്ര, വന്ന് കേറിയ ആലീസ് അടുക്കളയിലേക്ക് ഇവരെ വിളിച്ചോണ്ട് പോയി. ഞാനാണെങ്കിൽ ഇതൊന്നും അറിയാതെ തിരിഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴേക്കും ബാക്കിൽ നിന്ന് വന്നൊരു തട്ടു. തിരിഞ്ഞ് ഞാൻ നോക്കുമ്പോഴേക്കും ഈ സാധനം വന്ന് ഇങ്ങനെ നിൽക്കുക. എന്നിട്ട് പറയാ, ഈ ലോകത്ത് കണ്ടതിൽ ഏറ്റവും സുന്ദരൻ ഡോക്ടറാണെന്നും ഡോക്ടറിനൊക്കെ കാണാമെന്ന് പറഞ്ഞു ഇവിടെ ഇട്ട് പിടിച്ചു. അങ്ങനെ പിടിച്ചോ? എന്നാ ഡോക്ടർ ഒരു കാര്യം മനസ്സിലാക്കാം. ഇനി മുതൽ അങ്ങോട്ടുള്ള യാത്രയിൽ മീനാക്ഷിയോട് കൂടുതൽ അടുക്കണ്ട. കാരണം മീനാക്ഷി ഇനി അടുത്ത റൗണ്ട് എന്നാ ചെയ്യുന്നതെന്ന് നമുക്ക് മുൻകൂർ പറയാൻ പറ്റുന്ന പവിത്ര എനിക്കൊരു ഐഡിയ പറഞ്ഞതാ. ഐഡിയ വേണം, ഇല്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന്. ഇത് എനിക്കറിയാവുന്ന ഐഡിയ അല്ല. ഞാൻ ഇനി പറഞ്ഞു തന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്നാ ചെയ്യാനാ? അത് പാളിയില്ലേ? വരുന്നുണ്ട് എന്റെ വന. അയ്യോ, സത്യത്തിൽ ഞാൻ പവിത്രനെ ഒന്ന് കാണാനിരിക്കായിരുന്നു. എന്താ മീനാക്ഷി വന്ന്. അയ്യോ, ആ കാര്യം സാർ എന്നോട് പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. പറഞ്ഞല്ലേ, അടിപൊളി. എല്ലാ ജോലിയും അറിയാം. ഇപ്പൊ തന്നെ ഐശ്വര്യമായിട്ട് ഇച്ചായന് ഒരു ചായ ഉണ്ടാക്കി കൊടുത്തേ. ഇച്ചായന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ചായ. അല്ലേ ചായ? ഞാൻ അതുകൊണ്ട് ഒറ്റ വിലക്ക് പിടിച്ചു. പൗത്രന് ചായ വേണോ? എന്റെ പൊന്നു കുഞ്ഞു, എനിക്ക് ചായ വേണ്ടേ? അല്ല, അതല്ല, ഈ സമയത്ത് ആര് ചായ കുടിക്കാൻ ആ കാര്യം പറഞ്ഞായിരുന്നു. ഇനി ഒരിക്കലാട്ടെ നമുക്ക് ചായ കുടിക്കാവേ. ഇച്ചായനെ മീനാക്ഷിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ആദ്യമായിട്ടാ ഒരാളെ ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുന്നത് ഞാൻ കേൾക്കുന്നത്. ആണല്ലേ? ആരായാലും പുകഴ്ത്തി പോവല്ലോ. എന്നാ സാറേ, ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് പോയിട്ടൊരു ശകല ധൃതിയുണ്ട്. പവിത്രം പോകാൻ പറ്റില്ല. അതങ്ങനെ പോകാൻ പറ്റുന്ന, നമുക്ക് അതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പോവാം. തീരുമാനം ഉണ്ടാവണം. ഏതിന് തീരുമാനം ഉണ്ടാക്കണം? ഞാൻ പവിത്രന് ഒരു ജോലി ഏൽപ്പിച്ചിരുന്നു. പവിത്രൻ പാതി വരെ അത് നല്ല വൃത്തിയായിട്ട് ചെയ്തായിരുന്നു. ബാക്കി പകുതിയും കൂടെ എങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കണം. നീ പെട്ടെന്ന് വാ. ദേ മീനാക്ഷി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്, അത് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോണ്ടേ. വാ വാ. ശരി, ആയിക്കോട്ടെ.
ചെല്ല് സാറേ, മീനാക്ഷി എന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്, അത് കഴിച്ചിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ നോക്ക്. മൃഗാശുപത്രി പോകേണ്ടി വരില്ല, ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി കിടക്കേണ്ടി വരും. ശ്ശോ, ഇതിപ്പോ എന്തോ ചെയ്യൂന്ന് പറ. ഞാൻ ഒരു കാര്യം പറയാം. 24 മണിക്കൂറിനകം അവരെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള ഒരു നമ്പർ പറഞ്ഞ് തന്നില്ലെങ്കിൽ പവിത്ര ഞാൻ തട്ടിയിരിക്കും. തട്ടു എന്ന് പറഞ്ഞാൽ തട്ടും. ചേട്ടാ ഇതെന്ത് അവസ്ഥയാന്ന് ആലോചിച്ച് നോക്കി. ഒരു ഐഡിയ പറഞ്ഞു കൊടുത്താലും തെറി. ഓ ശോ. ഈ ചായ ഈ ചായന്റെ വിചാരവേ എനിക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിയൊന്നും ഇല്ലാന്നല്ലേ? ആര് പറഞ്ഞു? ആരെങ്കിലും പറയണോ? പ്രവൃത്തി കണ്ടാൽ അറിയാലോ. ഈ ചായ ഏതെങ്കിലും ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് ഭയങ്കര സുന്ദരിയാണെന്ന് ഇതുവരെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഇന്ന് എന്റെ മുമ്പിൽ വെച്ച് മീനാക്ഷിയോട് പറഞ്ഞു ഭയങ്കര സുന്ദരിയാന്ന്. അതിപ്പോ അവർക്കൊരു ആനച്ചന്തം ഉണ്ട്, അപ്പൊ ജസ്റ്റ് ഒന്ന് കോംപ്ലിമെന്റ് ചെയ്തു, അത്രേ ഉള്ളൂ. പൊന്നു മോനെ ജോർജോട്ടേ, അങ്ങനെയൊന്നുമല്ല, മോന്റെ മനസ്സിൽ നല്ലൊരു പ്ലാനിങ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്നാ പ്ലാൻ? ഒരു പ്ലാനും ഇല്ല, നീ ആവശ്യമില്ലാത്ത ചിന്തിക്കരുത്. പ്ലാനാണ് അത്രേ. പ്ലാനൊക്കെ ഉണ്ട് മോനെ. ഒന്ന് പോയേടി അവിടെ നിന്ന്. ഈ ചായ അതുകൊണ്ടേ ഈ ചായ നേരത്തെ ഒരു ചായ കുടിച്ചില്ലേ? നല്ല മനോഹരമായ ചായ എന്നൊക്കെ പറഞ്ഞില്ലേ? ചായയായിരുന്നു അത്. സൂപ്പർ ചായ ആയിരുന്നല്ലേ? അതെ, മീനാക്ഷി അല്ല ഇട്ടത്, ഞാനാ ഇട്ടത്. സത്യം. എന്ത്? നിന്റെ ചായ എനിക്ക് അറിയത്തില്ല. എത്ര നാളായിട്ട് ഞാൻ കുടിക്കുന്നത്. ഇത് നീ ഉണ്ടാക്കിയ ചായ അല്ല, നിന്റെ പരിവ് എനിക്ക് അറിയാം. ഞാൻ ഇട്ടത് തന്നെയാണ്. മനഃപൂർവ്വമാണ് ഞാൻ അത്രയും വൃത്തികെട്ടൊരു ചായ ഉണ്ടാക്കിയത്. മനോഹരമായിരുന്നല്ലേ? എന്ത് ചെയ്താ ചായ? കളഞ്ഞോ? എന്തൊരു വൃത്തികെട്ട ചായ ആയിരുന്നു. കുടിക്കാൻ പറ്റും, ഞാനത് കളഞ്ഞത്. ഇപ്പൊ ഡോക്ടർക്ക് കാര്യം മനസ്സിലായല്ലോ. എന്നാ? എന്റെ ഡോക്ടർ മനസ്സിൽ കാണുമ്പോഴുണ്ടല്ലോ ഈ ആലിസ് അങ്ങ് മാനത്ത് കാണും. ഇനി തൊട്ട് ഞാൻ മനസ്സിലൊന്നും കാണുന്നില്ല. അപ്പൊ പിന്നെ ഞാൻ മാനത്തും കാണൂല. നിനക്ക് ചില്ലറ ബുദ്ധിയൊന്നും അല്ല. മനസ്സിലായല്ലോ.